നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അനുഭാവികൾ തന്നെ മുന്നണിക്കെതിരായി വോട്ട് ചെയ്തുവെന്ന മുൻ സ്പീക്കർ എൻ ഷംസീർ. അവർക്കിപ്പോൾ അതിൽ കുറ്റബോധമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാൽ LDF ജയിക്കുമെന്നും ഷംസീർ മയ്യിൽ വേളത്ത് നടന്ന പൊതുയോഗത്തിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ കനത്ത തോൽവിയിൽ ജനവിധിയെ മാനിക്കുന്നു എന്ന് പറഞ്ഞാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ സ്പീക്കറുമായ എൻ ഷംസീർ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നാൽ LDF വിജയിക്കുമെന്ന് പറഞ്ഞത്. ഇടതുപക്ഷത്തിനെതിരെ ഒരു ജനവിധി ഉണ്ടായി, ഞങ്ങൾ മാനിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ട് ഞങ്ങൾ തള്ളിക്കളയണ്ട. തെരഞ്ഞെടുപ്പാകുമ്പോൾ ജയിക്കും തോക്കും, അത് സ്വാഭാവികമാണ്. 2019 ഞങ്ങൾ തോറ്റില്ലേ? ഒറ്റ സീറ്റിൽ ഞങ്ങൾ കിട്ടിയ പാർലമെന്റിൽ ഒറ്റ സീറ്റ്. 2019 ഞങ്ങൾ തിരിച്ചു വന്നല്ലോ. 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 ഞങ്ങൾ ജയിച്ചല്ലോ. ഇപ്പൊ ഇലക്ഷൻ നടത്തുന്ന ധൈര്യമുണ്ടോ UDFന്? ഒന്നും വേണ്ട, ഒരു ടെസ്റ്റ് ഡോസ്. ഏതെങ്കിലും ഒരു മണ്ഡലത്ത് ഷുവർ സ്ലോട്ട് വേണ്ട. നിങ്ങളുടെ ഷുവർ സ്ലോട്ട് തന്നോ നമ്മളവിടെ മത്സരിക്കാൻ ഉറപ്പുണ്ടോ? മത്സരിക്കാൻ ഞങ്ങൾ ജയിക്കും. CPM അനുഭാവികൾ തന്നെ UDFന് വോട്ട് ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന വിധമായിരുന്നു ഷംസീറിന്റെ പ്രസംഗം. LDFിനെതിരായി വോട്ട് ചെയ്തവർക്ക് തങ്ങളെ കണ്ടാൽ ചിരിക്കാൻ ഒരു പ്രയാസം ഉണ്ടെന്ന് ഷംസീർ പറഞ്ഞു. ചിലരുടെ മുഖത്തൊരു കുറ്റബോധമുണ്ട്. ചിരിക്കുമ്പോൾ ശരിക്കും ഉള്ളിത്തട്ടി ചിരി വരുന്നില്ല. ചിലരിപ്പോൾ നമ്മളെല്ലാം കാണും, നമ്മൾ പലയിടത്തും പോകുന്നതാണല്ലോ. ഇപ്പൊ ചിലർ ചിരിക്കുമ്പോൾ ഒരു ഉള്ളിത്തട്ടി ചിരി വരുന്നില്ല, ഒരു പല്ലുകൊണ്ടുള്ള ചിരി മാത്രം. അതെന്താ കാരണം? അത് കാരണം അവൻ്റെ ഉള്ളിൽ കുറ്റബോധമുണ്ട്. ഇടതുപക്ഷത്തെ തോപ്പിക്കുണ്ടായിരുന്നു. CITU നേതാവായ PV കൃഷ്ണന്റെ ചരമദിനാചരണത്തോടനുബന്ധിച്ച് മയ്യിൽ വേളം പൊതുജന വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷംസീർ. CPM കണ്ടക്കൈ ലോക്കൽ സെക്രട്ടറി P വത്സൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥ്, മയ്യിൽ ഏരിയ സെക്രട്ടറി N അനിൽകുമാർ, NK രാജൻ, M പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.